ത്രിയേക ദൈവത്തിന് സ്തുതി. മാർത്തോമാ യുവജനസഖ്യം കൊല്ലം സെന്ററിന്റെ ക്രിസ്മസ് ടോക്സിന്റെ 17ാം ദിവസത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ക്രിസ്തു സംഭവത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു യോസഫ്. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദാവീദിന്റെ കുലത്തിൽ ജനിച്ചവനായ യോസഫിലൂടെ യേശു കർത്താവിനും ഒരു രാജകീയ പാരമ്പര്യം കൈവരുന്നതായി കാണുന്നു. പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ അടയാളമായിട്ടാണ് ദാവീദിന്റെ പുത്രനായി യേശു കർത്താവ് കന്യകയിൽ ജാതനായിത്തീരുന്നത്. യോസഫ് പിതാവിന്റെ 2 പ്രധാന പ്രത്യേകതകൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ദൈവവചനത്തിന് അനുസരണം ഉള്ളവനാണ് യോസഫ്. ദൈവദൂതന്റെ വാക്കുകളെ അവൻ അനുസരിച്ചു. 2, തന്റെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഇടപെടൽ അവൻ തിരിച്ചറിഞ്ഞു. 1-ാം അധ്യായം 19-ാം വാക്യം പറയുന്നത് പോലെ, മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ മനസ്സിൽ ചിന്തിച്ചിരുന്ന യോസഫ് ദൂതന്റെ വാക്കുകൾ വിശ്വസിക്കുകയും ഭാര്യയെ തന്നോട് ചേർത്ത് നിർത്തുകയും ചെയ്തു. പ്രിയ സഖ്യം സ്നേഹിതരെ, യോസഫിൽ കണ്ട ഈ 2 പ്രത്യേകതകൾ നമ്മോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നാം ദൈവവചനത്തെ യഥാർത്ഥമായി വിശ്വസിക്കുന്നവരാണോ? 2, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിലുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ബോധവാന്മാരും ആയിരിക്കണം. ഈ 25 നോൻപിന്റെ നാളുകളിൽ ത്രിയേക ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.